അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്സ് ആണ് കേട്ടോ. 4 മുട്ട വെച്ചിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മുട്ടയോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ മുട്ട ഇനി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോ മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. കുക്കറിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കുക്കറിലാണ് മുട്ട വേവിക്കുന്നതെങ്കിൽ ഒറ്റ വിസിലിൽ തന്നെ നമുക്ക് മുട്ട വെന്ത് കിട്ടും. അപ്പോൾ മുട്ടയെല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഇവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് നല്ല പോലെ തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. കുക്കറിലിട്ട് കൊടുത്തിട്ടാണ് ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. 4 മുട്ടയുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ ചെറിയൊരു ഉരുളക്കിഴങ്ങ് മാത്രം മതി. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നല്ല പോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഉടച്ചതും കൂടെ നമുക്കിനി ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ളൊരു സവാള ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ ഒരു സവാള അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ഇതുപോലെ തീരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു തണ്ട് കറിവേപ്പില ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു കൈപ്പിടി മല്ലിയില ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ജീരകം പൊടിച്ചെടുത്താണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൊടിയാണ്. പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് പൊടിയങ്ങ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ ഒട്ടുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം പൊടിയെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മാത്രം കടലമാവ് ചേർത്ത് കൊടുക്കാം. 4 മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ധാരാളമാണ് കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറിയതായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം ഒന്ന് യോജിക്കുന്ന രീതിയിൽ. നമ്മളിത് കൈ വെച്ചിട്ട് ഒരുപാട് അങ്ങ് കുഴച്ചൊന്നും എടുക്കരുത്. ആ ഒരു മുട്ടയൊന്നും ഉടഞ്ഞു പോകാതെ തന്നെ എല്ലാം കൂടെ ഒന്ന് യോജിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് എരിവൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുക കേട്ടോ. നമ്മളിതൊന്ന് ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടാനും പൊട്ടിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചൂറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിൽ നിന്നൊരു 1.5 അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്വല്പം മുട്ടയുടെ ഈ ഒരു മിക്സും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ആക്കുന്ന പോലെ തന്നെ റൗണ്ട് ആക്കി നമുക്കൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിനാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു റൗണ്ടാക്കി ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഇവിടെ നിന്ന് റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് പകുതി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഫുള്ളായിട്ട് അങ്ങ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു പകുതി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളിത് തീ കുറച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. തീ കൂട്ടിയിട്ടാൽ പുറമേ അതങ്ങ് പൊരിഞ്ഞിട്ട് ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓയിലിനകത്തൊന്നും എടുത്ത് മാറ്റിയേക്കാം. ഒരുപാട് ഓയിൽ ഒന്നും തന്നെ ഇത് കുടിക്കത്തില്ല കേട്ടോ. നമ്മളിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് അപ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുട്ട കൊണ്ടുള്ള ഈ ഒരു കട്ട്ലേറ്റ് എല്ലാം തന്നെ ഞാനിവിടെ നിന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എഗ്ഗ് കട്ട്ലേറ്റ് എന്നോ എഗ്ഗ് വടയെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.